ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ 22ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയിലെ ഓശാന ഗീതത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഓശാന ഗീതം ഈശോനാഥനെ ജെറൂസലേം നിവാസികളൊക്കെ കൂടി ജയ് വിളിച്ച് കൊണ്ടുവന്ന പശ്ചാത്തലം അല്ല യഥാർത്ഥത്തിൽ ഓർക്കുന്നത്. അതൊരു രണ്ടാമത്തെ നിയോഗം എന്ന് പറയാം അതിനെ. ശരിക്കുള്ള നമ്മുടെ ഓശാന ഗീതം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം. ദൈവത്തെ, സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് മാലാഖമാർ പാടി സ്തുതിക്കുന്നതിനെ ഓർക്കുന്ന, സ്വർഗത്തിലെ ആ സന്തോഷം അനുസ്മരിക്കുന്ന സമയമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഓശാന ഗീതം. അപ്പോൾ പ്രത്യേകിച്ച് നാളെ മുതൽ ഓശാന ഗീതം പാടുമ്പോൾ സ്വർഗത്തിലെ സിംഹാസനത്തിരിക്കുന്ന കർത്താവിനെ മനസ്സിൽ കണ്ട് മാലാഖമാരും 10,000-കണക്കിന് ഖാപ്പന്മാരും മുഖ്യദൂതന്മാരും ഒക്കെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് ഓശാന പാടി ദൈവത്തെ സ്തുതിക്കാൻ നമുക്കും സാധിക്കണം. സന്മനസ്സുള്ളവർക്ക് സമാധാനം.